ാണ് ഇങ്ങനത്തെ തോന്നലുകളാണ് എപ്പോഴും തോന്നുന്നത്. ഒരു രോഗിയാണെന്നുള്ളൊരു തോന്നൽ വരുന്നു. പക്ഷെ അവിടുന്ന് കൂടെ ജോലിയും കൂടെ ഇല്ലാതായപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ എന്റെ മനസ്സിലേക്ക് ഒരു വാശി ഇങ്ങോട്ടേക്ക് കയറി. ഡിഗ്രി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ തോന്നി, നമ്മളെ തോൽപ്പിക്കാന് മനുഷ്യന്മാർക്ക് സാധ്യമല്ല. നമ്മളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ആരും പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാനും ഈ സപ്പോർട്ട് ചെയ്യാനും ഈ ലോകത്തിലും നമ്മൾ മാത്രം മതി. ആ ഒരു ചിന്ത എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു. എനിക്ക് നല്ല മാർക്കുണ്ട്, 62% മാർക്കുണ്ട്. കാരണം ഡിഗ്രി നമ്മൾ അന്നത്തെ ഈ സമയം ഈ ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യുമ്പം മാർക്ക് തീരെ കുറവാണ്. ഇന്നും അറിയാം നിങ്ങൾക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുമ്പം ഡിസ്റ്റൻസ് മാർക്ക് കുറയും. പക്ഷെ എനിക്ക് അന്ന് നല്ല മാർക്ക് കിട്ടി. പിന്നെ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ പോരാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആവാൻ. പിന്നെ എൻ്റെ മനസ്സിലുണ്ട്, TTC കിട്ടിയിട്ട് തന്നെ വിട്ടില്ല, നേഴ്സിംഗ് ഫീൽഡിലേക്ക് വിട്ടിട്ട് രണ്ടും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ വന്നേരം എൻ്റെ പിന്നെ മനസ്സിൽ തോന്നുന്ന ടീച്ചിങ് എനിക്ക് ഇഷ്ടം പോലെ തോന്നുന്നു. അങ്ങനെ ഞാൻ ആ ഡിഗ്രി എടുത്തപടി തന്നെ BEd ചേർന്നു. പിള്ളേരുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. 3 മക്കളെ ഒരുപോലെ നോക്കണം. അത് ഒരേ ചെറിയ പ്രായത്തിന് എളുപ്പമാണ്. അവരെ ഒരേപോലെ നമ്മൾ 3 കുട്ടികളെ, ഇരട്ട കുട്ടികളെ നോക്കുന്നില്ല, 3 കുട്ടികളെ ഒരുപോലെ നോക്കേണ്ട പോലെ നോക്കണം. ഭക്ഷണം മുഴുവൻ ചെയ്ത് കൊടുക്കണം. ക്ലീനിങ് ഉണ്ട്, എല്ലാം ഒരു വീട്ടിലെ കംപ്ലീറ്റ് പണി ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ പഠിക്കാനുള്ള പൈസ ഞാൻ വേറൊരു ജോലി ചെയ്ത് അത് നമുക്ക് ഏൺ ചെയ്യുകയോ ചെയ്തു. 1 രൂപ ഞാൻ ആരോടും വാങ്ങിയിട്ടില്ല. എൻ്റെ ലൈഫിന്റെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. The Human Library, a safe space to hear, heal and grow.